നമസ്കാരം സാർ. നമസ്കാരം. സാറേ, UDF നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുന്നണി വിപുലീകരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അവർ പല കക്ഷികളെയും LDFിൽ നിന്ന് ചാടിച്ചു കൊണ്ടുവരാനുള്ള തകൃതിയായ നീക്കം നടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തൊക്കെയാണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? ഈ 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി 2026 നടക്കാൻ പോകുന്നത്. അതിനിനി 15 മാസങ്ങൾ ബാക്കിയുണ്ട്. 15 മാസത്തിനിടയ്ക്ക് നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ 15 മാസമല്ല 15 മണിക്കൂറിനിടെ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ സംഭവവികാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴേ നമുക്ക് കോൺഗ്രസ്സുകാരങ്ങ് വള്ളത്തിനകത്ത് നിന്ന് വെപ്രാളം പിടിക്കുകയാണ്. വള്ളം അക്കരയ്ക്ക് എത്തിയിട്ട് ഇറങ്ങി ഓടിയാൽ മതിയല്ലോ. ഒരു വള്ളത്തിനകത്ത് കിടന്ന് തിക്കും തിരക്കും കൂട്ടുകയാണ്. മിക്കവാറും അത് അക്കരെ എത്തുന്നതിന് മുമ്പ് അവരുടെ വള്ളം മുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിലുള്ള കശവിശയാണ് അതിനകത്ത് നടക്കുന്നത്. അതുമല്ലെങ്കിൽ വെള്ളം അടുക്കലെത്തിയതിന് ശേഷമൊക്കെ വസ്ത്രം ഇങ്ങനെ ചരച്ച് കയറ്റിയാൽ പോരെ. വെള്ളം എവിടെയോ കാണുന്നതിന് മുമ്പ് വസ്ത്രമൊക്കെ ചരച്ച് കയറ്റി ഇങ്ങനെ കോൺഗ്രസ്സുകാർ നിൽക്കുകയാണ് റെഡിയായിട്ട്. അപ്പോൾ ഇവർക്ക് കാര്യം എന്തെന്നറിയാമോ, കോൺഗ്രസ്സിന് ഈ 2026 തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. 2 തവണയായിട്ട് പുറത്തു നിൽക്കുന്നവരാണ്. 10 വർഷമാകുന്നു. ഇനി ഒരു 5 വർഷം കൂടെ 2026 LDFിൻ്റെ പിണറായി തുടരുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ്സുകാരെങ്ങനെയും നിൽക്കും, പക്ഷേ അതിനകത്തെ ഘടകകക്ഷി ഉണ്ടല്ലോ, UDFിനകത്തെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിനത് പറ്റത്തില്ല. ലീഗ് നമുക്കറിയാം, ഇടയ്ക്കിത് 2021 പിണറായി 2ാമതും അധികാരത്തിൽ വന്നപ്പോൾ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തി. കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഇവർ തമ്മിൽ നല്ല ബന്ധമാണ് കേട്ടോ. ചില നീക്കുപോക്കുകളൊക്കെ നടത്തി. MK മുനീറും KM ഷാജിയും ഒക്കെ അതിനെ എതിർക്കുന്നവരാണ്. ഈ ലീഗ് എങ്ങാനും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ലീഗ് പിളരും. മുനീറും KM ഷാജിയെ പോലുള്ളവരൊക്കെ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷെ പിന്നീട് ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടൊരു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാൻ തുടങ്ങി. അപ്പോൾ ലീഗ് ഒരു ചുവടങ്ങ് പിറകോട്ട് മാറി. പിന്നെ അതുമല്ല, പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കൂടി. നിലവിലുള്ള ഇടം നിർത്തുകയായിരുന്നു, പുതുപ്പള്ളിയിലായാലും തൃക്കാക്കരയായാലും പാലക്കാടായാലും. പക്ഷേ ഇവിടുത്തെയൊക്കെ ഭൂരിപക്ഷം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ചേലക്കരയിൽ LDFിൻ്റെ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ ലീഗ് കണക്ക് കൂട്ടുന്നത് UDFിൽ തന്നെ നിൽക്കുക. അപ്പോൾ ലീഗാണിപ്പോൾ UDFിനകത്ത് കൂടുതൽ അധ്വാനിക്കുന്നത്. കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയുടെ പേരിൽ തമ്മിൽ തല്ല് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലീഗ് അധ്വാനം നടത്തുകയാണ്. ലീഗ് നടത്തുന്ന അധ്വാനം എന്ന് പറയുന്നത് UDFിൻ്റെ അടിത്തറ ഒന്ന് ഭദ്രമാക്കാനുള്ള ശ്രമത്തിലാണ്. ഭദ്രമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലപ്പെടുത്താൻ, കോൺഗ്രസിനകത്തെ കലഹം തീർക്കണം. അതിനോടൊപ്പം തന്നെ LDFിനകത്ത് അതൃപ്തരായി നിൽക്കുന്ന ഘടകകക്ഷികളുണ്ട്, അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിലേറ്റവും പ്രധാനി എന്ന് പറയുന്നത് UDFിൽ നിന്ന് 2021 പോയ ജോസ് കെ മാണിയാണ്. കേരള കോൺഗ്രസ് അവരിങ്ങനെ ആടിച്ചാടി നടക്കുന്നവരാണ് കേരള കോൺഗ്രസ്സുകാർ. എങ്ങനെയെങ്കിലും ജോസ് കെ മാണി അല്പം അതൃപ്തനാണ്. അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, KM മാണിയുടെ വീടെന്ന് പറയുന്നത് ഈ അവിടെ കരിങ്ങോഴയ്ക്കൽ തറവാട്, ആ തറവാട്ടിൽ കൊടിവെച്ച സ്റ്റേറ്റുകാർ വന്ന് നിന്നിട്ടുള്ള കാലമേ ഉണ്ടായിരുന്നുള്ളൂ. KM മാണിയുടെ മരണത്തിന് ശേഷം അത് ഇല്ലാതായി. ജോസ് കെ മാണിക്ക് കൊടിവെച്ച കാറിൽ വരാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല. ജോസ് കെ മാണിയുടെ പാർട്ടിയിലുള്ള റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് റോഷി അഗസ്റ്റിനും ഈ കരിങ്ങോഴയ്ക്കലേക്ക് ഈ കൊടിവെച്ച കാറിലൊന്നും വന്ന് ഇറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് കൊടിവെച്ച കാറിലൊന്ന് സഞ്ചരിക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാലാ സീറ്റ് മാണി സി കാപ്പൻ കൊടുക്കില്ല. കാപ്പനാണ് UDFിൻ്റെ MLA അവിടെ നിന്ന് ജോസിനെ തോൽപ്പിച്ചു വന്നു. അത് കൊടുക്കത്തില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ലീഗ് എന്ത് ചെയ്യുമെന്നറിയാമോ, ലീഗ് ത്യാഗം അനുഭവിക്കാൻ തയ്യാറാകുകയാണ്. തിരുവമ്പാടി മണ്ഡലം
ഇവർ കൊടുക്കാൻ. ലീഗിൻ്റെ കയ്യിലുള്ളതാണ് തിരുവമ്പാടി. അവിടെ ലീഗിന് അല്പം സ്വാധീനമുണ്ട്. നിലവിൽ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് LDF-ലെ CPM-ൻ്റെ ആണ്. പക്ഷേ അവിടെ വേണ്ടത്ര ഭൂരിപക്ഷമൊന്നും CPM നേടിയിട്ടില്ല. വളരെ കാലം തന്നെ LDF-ൻ്റെ UDF-ൻ്റെ കയ്യിലിരുന്നിട്ടുള്ള ലീഗിൻ്റെ കയ്യിലിരുന്നിട്ടുള്ള മണ്ഡലമാണ്. തിരുവമ്പാടി മണ്ഡലം കൊടുക്കാമെന്നും ലീഗ് ഒരു നീക്കുപോക്ക് നടത്തുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു കരാർ ഉറപ്പിക്കാതെ അപ്പുറത്തോട്ട് ചാടത്തില്ല. അത് ഉറപ്പായ കാര്യമാണ്. ഈ ജോസ് കെ മാണി 2021 പാലയിൽ തോറ്റല്ലോ. അതിനകത്ത് പിന്നിൽ നമുക്കറിയാം, അത് ചില CPM-കാർ തന്നെ അവിടെ തോപ്പിച്ചു കൊടുത്തതാണ്. ജോസ് കെ മാണിയെ ഇപ്പുറത്ത് ജയിച്ചു വന്നിരുന്നുവെങ്കിലുണ്ടല്ലോ, ജോസ് കെ മാണി നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും. അതെ, തൻ്റെ അച്ഛൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ധനം വകുപ്പ് തന്നെ വേണമെങ്കിൽ ചോദിച്ച് ബാർഗെയിൻ ചെയ്യും. റവന്യൂ അടക്കമുള്ളത് ചോദിക്കും. ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു ക്രൈസ്തവരുടെ വോട്ട് ആ സമയത്ത് സമാഹരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. റാന്നി മണ്ഡലമൊക്കെ കൊടുത്തില്ലേ CPM-ൻ്റെ കയ്യിൽ നിന്ന് പ്രമോദ് നാരായണനാണ് അവിടെ. അപ്പോൾ അങ്ങനെ ജോസ് കെ മാണി ചില ഡീലിങ്സ് ഉറപ്പിക്കാതെ മറുകണ്ഠം ചാടത്തില്ല. അതിൻ്റെ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ലീഗിനെയാണ്. അത് കുങ്കിയാന എന്ന് പറയത്തില്ലേ, മറ്റുള്ളതിനെ എടുത്ത് തന്ത്രപൂർവ്വം മയപ്പെടുത്തി വീണ കാട്ടാനെ പഠിപ്പിച്ച് കൊണ്ടുവരാൻ എഴുന്നള്ളത്തിന് ഇറക്കണമെങ്കിൽ കുങ്കിയാനയുടെ സഹായം വേണം. അതിപ്പോൾ ലീഗിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലീഗാണ് UDF-നകത്ത് എന്ത് കാര്യവും. കോൺഗ്രസിനകത്ത് തർക്കം ഉണ്ടായാൽ പോലും പാണക്കാട് നിന്നായിരിക്കും പറയുന്നത് എന്ത് വേണോ പരിഹാരം. പാണക്കാടാണ് ഇപ്പം കോൺഗ്രസിന്റെ തന്നെ ആസ്ഥാനമായി മാറുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡാണ് കേരളത്തിലെ ഹൈക്കമാൻഡ് ആരാന്ന് ചോദിച്ചാൽ പാണക്കാട് തന്നെയാണ്. അപ്പോൾ ലീഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരുവമ്പാടി ലീഗ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം ലീഗിന് ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. 26-ലും കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാലോ, കാരണം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. കോൺഗ്രസ്സുകാർ UDF പരാജയപ്പെടുന്നു എന്നെങ്ങാനും ബോധ്യമായാൽ കഴിഞ്ഞാൽ പോലും ലീഗ് ഇനിയിപ്പോൾ LDF-ലേക്ക് പോകാൻ തയ്യാറാകത്തില്ല. കാരണം ഈ ലീഗിൻ്റെ വിലപേശലൊന്നും അവിടെ നടക്കത്തില്ല. LDF നടക്കില്ല. ഇവിടെ നടക്കും. എവിടെ? UDF നടക്കും. 5-ാം മന്ത്രി വഴങ്ങും. കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തതാണ് ഈ ലീഗിനെ മുഴുവൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അവരുടെ അപ്രമാദിത്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ അങ്ങനെയല്ലേ. 5-ാം മന്ത്രി, 6-ാം മന്ത്രി, അതൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ പോയാൽ ചവിട്ടി കൂട്ടി എടുത്ത് അകത്തിട്ട് വേണമെങ്കിൽ നിൽക്കാൻ പറയും. അത്തരത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലീഗ് ഇതുകൊണ്ട് എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം. അതുകൊണ്ട് സിറ്റിംഗ് സീറ്റായ നിലവിൽ LDF-ലെ ലിൻഡോ ജോസഫാണ് അവിടുത്തെ MLA. എങ്കിലും ലീഗിന് കാര്യമായിട്ടുള്ള ഒരു സാർ അവിടെ ലീഗിന് മാത്രമല്ല കുറച്ച് ക്രിസ്ത്യൻ വോട്ടും കൂടെ ഉണ്ട്. അത് ജോസ് കെ മാണിയെ ഇറക്കി കഴിഞ്ഞാൽ അതും കൂടി കേരള കോൺഗ്രസിന് അത് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നോക്കണം, തിരുവമ്പാടി 1977-ലാണ് രൂപീകൃതമാകുന്നത്. 77-ൽ രൂപീകൃതമായ തിരുവമ്പാടിയിൽ 77-ലും 82-ലും 87-ലും കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത്. പിന്നീട് 91-ലാണ് മണ്ഡലം ലീഗിന്റെ കയ്യിലെത്തി. തുടർന്ന് 91-ലും 96-ലും 2001-ലും ലീഗ് നിലനിർത്തിയ തിരുവമ്പാടി 2006-ൽ CPM പിടിച്ചെടുത്തു. 2011-ൽ വീണ്ടും ലീഗിൻ്റെ കയ്യിൽ വന്നു. എന്നാൽ 2016-ലും 21-ലും CPM-നായിരുന്നു. 2016-ല് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് CPM-ന്റെ ഭൂരിപക്ഷം 3008 വോട്ടായിരുന്നു. പിന്നെ 2021-ൽ വന്നപ്പോൾ ലിൻഡോ ജോസഫ് 4633 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. അത് വലിയ ഭൂരിപക്ഷമൊന്നും അല്ല. അപ്പോൾ ലീഗിനൊരു പ്രതീക്ഷയുണ്ട്. ജോസ് കെ മാണിയും അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട് തിരുവമ്പാടി കിട്ടിയാൽ. പക്ഷേ ജോസ് കെ മാണിയുടെ ഒരു ഗതികേട് നോക്കണേ. പാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത് ആരെയാണ്? മാണിയാണ്. മാണി സമം പാല എന്ന് ഓർക്കത്തുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ പാലയോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. അദ്ദേഹം പാലയിൽ നിന്ന് ഈ ജോസ് കെ മാണി തിരുവമ്പാടിയിൽ പോയി ഇനി അതെങ്ങാനും തോറ്റു കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കാൻ സാധ്യത ഇല്ലായിരിക്കാം. കാരണം ഇവിടെ ഈ അവസാനം 4643 വോട്ടുകൾക്ക് പിന്നെ
ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതും UDF അനുകൂലമാക്കി മാറ്റാം. ലീഗുമായിട്ടുള്ള നല്ല ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം തന്നെയാണ് അത്തരത്തിലെ ഒരു നീക്കം. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതാണ്ട് ഈ ചിത്രം കുറച്ചുകൂടെ വ്യക്തമാകും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പലരും പറയും നിയമസഭയുമായിട്ട് കണക്ക് കൂട്ടണ്ട, നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അപ്പോൾ ചിലർ പറയും അതും ലോക്സഭയും തമ്മിൽ വ്യത്യാസമാണ്. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് ചില രാഷ്ട്രീയമൊക്കെ നോക്കാം. അതൊരു ചൂണ്ടുപലകയാണ്. ഉണ്ട്. പിന്നെ അതൊരു ഒരു ചെറിയൊരു സെമി ഫൈനൽ തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അത് കഴിയുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒക്ടോബറിൽ പുതിയ സമിതി വരണം. അപ്പോൾ എന്തായാലും സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പായിരിക്കും. അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അധികം നാളില്ല. ഏപ്രിൽ മെയ്യിൽ നിയമസഭയിലേക്ക് പോകണം. ഇപ്പം എന്തായാലും മുന്നണിയിലൊക്കെ അതിൻ്റേതായ ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഗംഭീരമായിട്ട് അഴിക്കലും മുറുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലീഗിനെ ആയിരിക്കും ലീഗ് ജോസ് കെ മാണിയെ LDFിൽ നിന്ന് പൊക്കും എന്നുള്ളത് ഉറപ്പാണ്. ജോസ് കെ മാണിയുടെ ആഗ്രഹം കൊടിവെച്ച കാറിൽ ഈ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് ആ വണ്ടി വന്ന് നിൽക്കണം. അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമുക്കെന്തായാലും അത് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.